പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നാം ദൈവരാജ്യം പടുത്തുയർത്തുന്നവരായി മാറണം. നമ്മുടെ ജീവനും ജീവിതവും നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നൽകിയ ദാനങ്ങളെ മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കാൻ നാം തയ്യാറാകണം. എത്രമാത്രം നൽകാൻ കഴിയുന്നുവോ അതാണ് ആന്തരികമായ വളർച്ചയുടെ, ആത്മീയ വളർച്ചയുടെ അളവുകോൽ. നാം പലപ്പോഴും ചിന്തിക്കുന്നത് ഉള്ളത് തന്നെ നമുക്ക് തികയുന്നില്ല, പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക? കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാമായിരുന്നു. എന്നാൽ ഇതെല്ലാം നമ്മുടെ സ്വാർത്ഥതയാണ്. നമുക്ക് പങ്കുവെച്ച് കൊടുക്കാനുള്ള മടി കൊണ്ടാണ് നാം പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നുള്ള ഒരു ചിന്ത നമ്മെ ഭരിക്കുന്നു. എന്നാൽ നാം കൊടുക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തു കൊടുക്കാൻ കഴിയും എന്ന് ചിന്തിച്ച് ആത്മീയരായി ഉയരാനാണ് നാം ശ്രമിക്കേണ്ടത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 38 ഈശോ പറയുന്നുണ്ട്, കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. എന്തെന്നാൽ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ മനസ്സാണ് മാറേണ്ടത്. മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ച് നൽകാനുള്ളതാണ് ദൈവം നമുക്ക് നൽകിയ ദാനങ്ങൾ എന്നുള്ള ഒരു അവബോധമാണ് നമുക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ ദാനധർമ്മം സ്വർഗത്തിൽ വലിയ നിക്ഷേപമായി മാറും. വലിയ നേട്ടമാണ് നാം അതുവഴി ഉണ്ടാക്കുന്നത്. സുഭാഷിതം 19:17 തിരുവചനം പറയുന്നു, ദരിദ്രരോട് ദയ കാണിക്കുവിൻ, അവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് കടം വീട്ടും. യേശു പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നതെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്ത് തരുന്നത് എന്ന്. അപ്പോൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാത്തത് യേശുവിന് തന്നെയാണ് ചെയ്തു കൊടുക്കാത്തതും. തോബിത്ത് 4-ാം അധ്യായത്തിൽ തോബിത്ത് തൻ്റെ മകനായ തോബിയാസിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് നാം കാണുന്നുണ്ട്. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്, പാവപ്പെട്ടവരിൽ നിന്നും മുഖം തിരിച്ചു കളയരുത്, സമ്പത്ത് ഏറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക, കുറച്ചേ ഉള്ളൂ എങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടി വയ്ക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. ഇങ്ങനെ മക്കളെ ഉപദേശിക്കാൻ നമുക്കും കഴിയണം. നല്ല മാതൃകയായി നാം ഓരോരുത്തരും മാറേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവർക്കെല്ലാം പങ്കുവയ്ക്കാൻ തയ്യാറായത് കൊണ്ടാണ് നമുക്ക് നല്ലൊരു മാതൃകയായിക്കൊണ്ട് ദൈവരാജ്യം പടുത്തുയർത്താനായിട്ട് കഴിയുന്നത്. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.